പടച്ചുറപ്പേ ദുനിയാവിന്റെ ആഡംബരങ്ങളിലൂടെ ദുനിയാവിന്റെ പരദൂസുകളിലൂടെ മാത്രം കൊണ്ടുപോകുന്ന കൂട്ടുകാരനല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറയുന്നത് അതൊരു കണ്ണാടിയെ പോലെയാണടാ, ഒരു കണ്ണാടിയെ പോലെയാണല്ലോ. പടച്ചുറപ്പേ ഒരു സഹോദരൻ ഒരു മനുഷ്യന് പടച്ചുറപ്പേ അവന് കണ്ണാടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ എല്ലാവിധ ന്യൂനതകളും അവനിക്ക് കാണാൻ കഴിയുമല്ലോ. എന്നതുപോലെ നിന്റെ കൂട്ടുകാരന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് ന്യൂനതകളുണ്ട്. പടച്ചുറപ്പേ അത് സ്നേഹത്തോട് കൂടിയിട്ട് അവനോട് പറഞ്ഞു കൊടുക്കണടാ, അവനോട് തിരുത്തി കൊടുക്കണല്ലോ. ഇവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പടച്ചുറപ്പേ ഇന്നൊക്കെ നമ്മൾ കാണുമ്പോ റബ്ബേ മദ്യപിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ വിളിക്കുകയാണ്, വ്യഭിചരിക്കാൻ പോകുമ്പോ കൂട്ടുകാരെ കൂട്ടി പോവുകയാണ്, ഹറാമിന്റെ പേക്കൂത്തുകൾ കാണാൻ പടച്ചുറപ്പേ കൂട്ടുകാരെ കൂട്ടിയിട്ട് അല്ലാഹുവേ പോകുന്ന സമൂഹമായിട്ട് നമ്മുടെ തലമുറ മാറുമ്പോ ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മായി ഹദീസ് ഏറ്റവും കൂടുതൽ പ്രസക്തമായി മാറുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് മാറുന്നത്. തന്റെ പ്രിയപ്പെട്ട സഹോദരനോട് തന്റെ കുറ്റങ്ങളും തന്റെ ന്യൂനതകളെല്ലാം പടച്ചുറപ്പേ തിരുത്തി കൊടുക്കുന്ന നല്ലൊരു സുഹൃത്തായിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നമ്മോട് പറയുകയാണ്, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സഹോദരങ്ങളാണ്, സഹോദരങ്ങളാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ നന്മ ഓർമ്മിപ്പിക്കുക, തിന്മയെ തൊട്ട് വിരോധിക്കുന്ന അല്ലാഹുവർക്കിടയിൽ നന്മകളെ പരത്തുന്ന ഒരു കൂട്ടുകാരനാകാൻ, ഒരു സഹോദരങ്ങളാകാൻ നമ്മളെ കൊണ്ട് കഴിയണേ. അത് വല്ലാതെ ശക്തി പടർന്ന കൂട്ടുകാരാക്കണോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നല്ലോ. തന്റെ ഒപ്പം നിൽക്കുന്നവരെ പടച്ചുറപ്പേ തന്റെ കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, പടച്ചുറപ്പേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. തന്റെ മുമ്പിലൂടെ കടന്നു വരുന്ന ഓരോ സഹാബത്തും ഉണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും കൂടുതൽ സ്നേഹിതന്മാരായിരുന്നല്ലോ. അവരുടെ ആവശ്യങ്ങൾ തന്റെ ആവശ്യങ്ങളെ പോലെ പടച്ചുറപ്പേ അവരുടെ വേദനകൾ തന്റെ വേദനകളെ പോലെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചവരായിരുന്നു റസൂലുള്ളാഹ്. ഇതാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ, ഇതാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതിന് കഴിയണം നമുക്ക്, ഇതിന് നമ്മളെ കൊണ്ട് കഴിയണല്ലോ. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷകരമാകുന്നത്, നമ്മളെ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനമുള്ളതാകുന്നത്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്.